ഡിസംബറിന്റെ മഞ്ഞു വീണ വഴിയിലൂടെ ഒരു വെളുത്ത താടിക്കാരൻ ചുവന്ന കുപ്പായവും തൊപ്പിയും ധരിച്ച് നിഷ്കളങ്കമായ പുഞ്ചിരിയും കൈനിറയെ സമ്മാനങ്ങളുമായി നടന്നു വരുന്നില്ലേ? ഡിസംബറിന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത പ്രതീകമാണ് അത്. പേര് സാന്റാക്ലോസ്. ഇങ്ങനെ ഒരു കഥാപാത്ര ചിത്രീകരണത്തിന് പ്രേരണയും പ്രചോദനവുമായി മാറിയ ഒരു യഥാർത്ഥ വ്യക്തിയുണ്ട്. അതത്രേ ബാരിയിലെ വിശുദ്ധ നിക്കോളാസ്. മൈറയിലെ വിശുദ്ധ നിക്കോളാസ് എന്നും അറിയപ്പെടുന്നു. വളരെ കുറച്ചു വിവരങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവ തന്നെ എത്രത്തോളം ആധികാരികമാണെന്നും അറിയില്ല. അതെന്തായാലും നിരവധി കഥകൾക്ക് അദ്ദേഹം കാരണക്കാരനായിട്ടുണ്ട്. ഏഷ്യ മൈനറിലെ ലൈസയിലെ പതാരയിൽ സമ്പന്നരായ ക്രൈസ്തവ ദമ്പതികളുടെ മകനായിട്ടാണ് നിക്കോളാസ് ജനിച്ചത്. ചെറുപ്പം മുതൽക്കേ ദരിദ്രരോട് ദീനാനുകമ്പയുള്ള വ്യക്തിയായിരുന്നു. മാതാപിതാക്കൾ മരിച്ചുപോയപ്പോൾ അവരുടെ സ്വത്ത് മുഴുവൻ പാവങ്ങൾക്കായി അദ്ദേഹം വിതരണം ചെയ്തു. മൈറയിലെ ബിഷപ്പായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള കഥ ഇങ്ങനെയാണ്. പ്രാദേശിക മെത്രാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള ആലോചനകൾ നടന്നു. അന്നേ ദിവസം പള്ളിയിൽ ആദ്യമെത്തി പ്രാർത്ഥിക്കാൻ വരുന്ന വൈദികനായിരിക്കും അടുത്ത മെത്രാൻ എന്നായിരുന്നു അവരുടെ തീരുമാനം. ഇതൊന്നും അറിയാതെ പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തിയ നിക്കോളാസിനെ അവർ സ്ഥലത്തെ മെത്രാനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അദ്ദേഹം മതപീഡനത്തിന് ഇരയാകുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് അദ്ദേഹം മോചിതനായത്. ബാരിയിലെ നിക്കോളാസിനെ പ്രശസ്തനാക്കിയ കഥ മറ്റൊന്നാണ്. ആ പ്രദേശത്ത് ഒരു ദരിദ്ര മനുഷ്യനും അയാൾക്ക് 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ശോചനീയ അവസ്ഥ ആ പെൺകുട്ടികളെ ചിലപ്പോൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിതരാക്കിയേക്കുമെന്ന് ഭയന്ന നിക്കോളാസ് അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പരസ്യമായി സഹായം നൽകി അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. വലതുകരം കൊടുക്കുന്നത് ഇടതുകരം അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന അദ്ദേഹം അവരെ സഹായിക്കുന്നതിനായി ഒരു ദിവസം രാത്രിയിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ഒരു കിഴി ജനാലയിലൂടെ വീട്ടിലേക്ക് എറിയുകയും അത്ഭുതകരമായി കിട്ടിയ പണം ഉപയോഗിച്ച് കുടുംബനാഥൻ മൂത്ത മകളുടെ വിവാഹം നടത്തുകയും ചെയ്തു. ഇതുപോലെ തന്നെ രണ്ടാമത്തെ മകളുടെ ജീവിതത്തിലും സംഭവിച്ചു. അതോടെ ആ കുടുംബനാഥന് തന്നെ ആരോ രഹസ്യമായി സഹായിക്കുന്നതാണെന്ന് മനസ്സിലായി. രാത്രിയിൽ ഉണർന്നിരുന്ന അദ്ദേഹം 3ാം തവണ എത്തിയപ്പോൾ നിക്കോളാസിനെ പിടികൂടുകയും മുട്ടുകുത്തി നിന്ന് നന്ദി പറയുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും പുറത്താരും അറിയരുത് എന്നായിരുന്നു നിക്കോളാസിന്റെ അഭ്യർത്ഥന. രഹസ്യമായി ദാനം ചെയ്ത നിക്കോളാസ് അങ്ങനെ ക്രൈസ്തവ സാഹിത്യത്തിലും കലയിലും സവിശേഷമായ വിധത്തിൽ ഇടം പിടിക്കുകയായിരുന്നു. നിക്കോളാസിന്റെ രഹസ്യ ദാനശീലത്തെ പ്രതീകാത്മകമായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. ദാരിദ്ര്യം പിടിച്ച ഒരു കെട്ടകാലത്ത് ഒരു കശാപ്പുകാരൻ 3 കൊച്ചുകുട്ടികളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ കശാപ്പ് ചെയ്ത് ഒരു ബാരലിൽ ഇട്ടെന്നും വിശുദ്ധ നിക്കോളാസ് കുരിശടയാളം വരച്ച് കുട്ടികൾക്ക് ജീവൻ നൽകിയതായും ഗവർണർ യുസ്റ്റാത്തിയസിന്റെ ഉത്തരവ് പ്രകാരം 3 നിരപരാധികളെ വധശിക്ഷയ്ക്ക് വിധിച്ച് അവരെ വധിക്കാൻ കൊണ്ടുപോകുമ്പോൾ നിക്കോളാസ് പ്രത്യക്ഷപ്പെട്ട് അവരെ രക്ഷിച്ചതായും കഥകളുണ്ട്. വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയ യാത്രക്കിടയിൽ ഭയാനകമായ കൊടുങ്കാറ്റുണ്ടായപ്പോൾ അദ്ദേഹം തിരമാലകളെയും കാറ്റിനെയും ശാസിച്ച് ശാന്തമാക്കിയതായും ചരിത്രവൃത്തങ്ങൾ പറയുന്നു. ഇതിന്റെ പേരിലാണ് നാവികരുടെയും യാത്രക്കാരുടെയും പ്രത്യേക മധ്യസ്ഥനായി നിക്കോളാസിനെ വണങ്ങുന്നത്. കൂടാതെ അവിവാഹിതർ, വിദ്യാർത്ഥികൾ, വ്യാപാരികൾ എന്നിവരുടെയും പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ നിക്കോളാസ്. ഈശോയുടെ ജനനം നടന്ന ബെത്ലഹേമിലെ ഒരു ഗുഹയിൽ വിശുദ്ധൻ താമസിച്ചിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് അവിടെ വിശുദ്ധന്റെ പേരിൽ ഒരു ദേവാലയമുണ്ട്. 343 ഡിസംബർ 6-നായിരുന്നു വിശുദ്ധന്റെ ദേഹവിയോഗം. വിശുദ്ധ നിക്കോളാസിനെ അടക്കം ചെയ്തത് ജന്മദേശമായ മൈറയിലായിരുന്നു എങ്കിലും പിന്നീട് തിരുശേഷിപ്പ് ബാരിയിലേക്ക് കൊണ്ടുപോയി. അന്നു മുതൽക്കാണ് ബാരിയിലെ വിശുദ്ധ നിക്കോളാസ് എന്ന് അദ്ദേഹം അറിയപ്പെടാൻ ആരംഭിച്ചത്. വിശുദ്ധ നിക്കോളാസിന്റെ മരണത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതകഥ ലോകമെങ്ങും പ്രചരിച്ചു തുടങ്ങിയത്. ഡച്ചുകാർ അദ്ദേഹത്തെ സിന്റർക്ലാസ് എന്നാണ് വിളിച്ചിരുന്നത്. 17ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ അവർ അവിടെ സിന്റർക്ലാസ് ആചാരവും പ്രചരിപ്പിച്ചു. അത് ക്രമേണ സാന്താക്ലോസായി പരിണമിക്കുകയായിരുന്നു. ചുവന്ന വസ്ത്രവും വെളുത്ത താടിയും റെയിൻഡിയറും നിഷ്കളങ്കമായ പുഞ്ചിരിയുമായി സാന്താക്ലോസ് 19ാം നൂറ്റാണ്ട് മുതൽ കലകളിലും സാഹിത്യത്തിലും പ്രചാരം നേടി. എന്നാൽ അത്തരമൊരു കഥാപാത്ര ചിത്രീകരണത്തിന് പിന്നിലുള്ളത് വിശുദ്ധ നിക്കോളാസ് ആണെന്ന് പലരും മറന്നുപോകുന്നു. ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ, ക്രിസ്മസിനെ കച്ചവടവൽക്കരിക്കുന്നതിൽ ഇന്ന് ഏറ്റവും മുൻപന്തിയിലുള്ളത് സാന്താക്ലോസ് ആണ്. സാന്താക്ലോസിൽ നിന്ന് വിശുദ്ധ നിക്കോളാസിലേക്ക് സഞ്ചരിക്കാൻ ഈ ക്രിസ്മസ് കാലവും പ്രത്യേകിച്ച് വിശുദ്ധന്റെ തിരുനാൾ ദിനവും നമുക്ക് പ്രേരണയാകട്ടെ.